അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖവും സമാധാനവും സന്തോഷവും ഐറും ബർക്കത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ തമ്പുരാനെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അതായത് ഒരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അത് ആര് കണ്ടില്ലെങ്കിൽ കാണാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് സേവ് ചെയ്ത് വെച്ചോ. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തന്നെ കാരണം ഞാൻ ഒരു മാവ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പോയപ്പോൾ നഴ്സറിയിൽ പോയപ്പോൾ ചെടികൾ വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ ഒരു മാവ് വാങ്ങിച്ചു കേട്ടോ. ആ മാവ് അടിപൊളിയായിട്ട് പൂത്തു. അപ്പോൾ അതിനകത്ത് ഒരു കൊല മാങ്ങ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നൊരു 5-6 മാങ്ങ പറിച്ചപ്പോൾ തന്നെ 1 കിലോത്തോളം ഉണ്ട് കേട്ടോ. അതാണിത്. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ച ചെമ്പരത്തി ചെടിയാണ്. മുട്ടുകളായിരുന്നു നിറച്ചുണ്ടായത്. പക്ഷെ അതെല്ലാം വിടർന്നു നല്ല പൂക്കളായി, നല്ല അടിപൊളിയായിട്ട് കണ്ടോ. അതേപോലെ തന്നെ ഒരു കുറ്റിമുല്ലത്തൈയും ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. കുറേ തൈകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മുല്ലത്തൈയിൽ ഇഷ്ടംമാതിരി പൂ ഏത് സമയത്തും ഉണ്ടാവും. ഇതുപോലുള്ള മുല്ലത്തൈയൊക്കെ നമുക്ക് വീട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ല മണം എപ്പോഴും ഉണ്ടാവും. വിടർന്ന് നിൽക്കണ കാണാൻ തന്നെ ഭംഗി. ഇതാണ്ടോ, ഇതാണ് ഒരു കൊല മാങ്ങ ഉണ്ടായി. പിന്നെ അതിൽ നിന്ന് ഞാൻ 2 പറിച്ച് വലുതായപ്പോൾ പിന്നെ ആ കൊല ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് അത് നല്ലപോലെ മൂത്തു. അതിൽ നിന്ന് ആ 5 മാങ്ങയും ഞാൻ പറിച്ചെടുത്തു കേട്ടോ. ആ മാങ്ങ കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോണത്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 10-20 വറ്റൽമുളക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചു. അത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് അരച്ചെടുത്തു. നല്ലോണം അരച്ചെടുത്ത് അപ്പോഴത്തേക്ക് ഞാൻ മാങ്ങയെല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ചേർത്തിട്ട് മാങ്ങ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, 1 ടീസ്പൂൺ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്. ഒരുപാട് ഈ അച്ചാർ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാറിലിടുന്ന ഉപ്പിൻ്റെ അത്രയൊന്നും നമ്മൾ ചേർക്കണ്ട കേട്ടോ. നമുക്ക് ഒരുപാട് പ്രഷറും സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത്ര ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ കറിയിലൊക്കെ ഇടുന്ന പോലെ തന്നെ ചേർത്താൽ മതി. അതുപോലെ ഇതൊരു കറിയായിട്ട്, അതായത് കടുമാങ്ങയാണല്ലോ, അത് അച്ചാറായിട്ട് നമുക്കിത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ അരപ്പ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മുളക് പൊടിക്കൊക്കെ പകരം. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്ത് വെച്ചും അതിനകത്തേക്ക് ഇട്ടേക്കും കേട്ടോ. എന്നിട്ട് ആ കടുവും കൂടി ചേർത്താണല്ലോ അരച്ചേക്കുന്നത്. അപ്പോൾ അതും കൂടി ഉപ്പും ചേർത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഞെരടി പിടിപ്പിച്ചു കേട്ടോ അതിനകത്തോട്ട്. അപ്പോൾ ഈ മുളക് മാത്രമാണല്ലോ അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിനൊരു കളർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമുള്ള മുളകാണല്ലോ നമ്മൾ അരച്ച് ചേർത്തേക്കുന്നത്. അതായത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ നല്ലോണം അതിൻ്റെ കുരുവും കൂടി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെച്ചത് കേട്ടോ. അപ്പോൾ അത് അരഞ്ഞ് കിട്ടിയപ്പോഴത്തേക്കും നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറാട്ടോ, നല്ലൊരു കളറാണ്, നല്ല ഭംഗിയുള്ള കളറായി. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഈ കളറ് നമുക്ക് കളറിന് കുറച്ചൊരു ഗ്ലാമർ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അതൊരു മുൻപന്തിയിൽ കളറിങ്ങനെ എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അത് ശകലം ചേർത്താൽ മതി കേട്ടോ, ഒത്തിരി അങ്ങ് ചേർക്കല്ലേ. എന്നിട്ട് വേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഞെരടി ഒരു 10-20 മിനിറ്റ് 1 മണിക്കൂർ വെച്ചോളൂ. വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളം ഊറി വരും. ഈ ഉപ്പിൻ്റെയൊക്കെ വെള്ളം ഉണ്ടാവില്ല, അത് ഊറി വരും. അത്രയും വെള്ളം മതി കേട്ടോ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ 1 മണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കേണ്ട. ഓയിലോ നല്ലെണ്ണ ഒന്നും ചേർക്കേണ്ട. വെളിച്ചെണ്ണ ചേർത്താലാട്ടോ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ച് നമ്മുടെ ഈ കൂട്ടി വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ കൂട്ടും കൂടി ഇട്ട് ഇളക്കി നല്ലതുപോലെ ഇളക്കണം കേട്ടോ. അത് എണ്ണ ഒഴിച്ചു ചൂടായി വരട്ടെ കേട്ടോ. എന്നിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ്. അതുപോലെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 1 മാങ്ങ നിങ്ങൾക്ക് കിട്ടിയാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചോളൂ. നിങ്ങൾക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് ഉപയോഗിക്കാം. ഒത്തിരി പുളിയുണ്ട്. പിന്നെ ഇതിൽ വിനാഗിരിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ചേർക്കുന്നത് ഈ അതിനകത്തുള്ള ആ ഉപ്പിൻ്റെ വെള്ളം, അരപ്പും ആ ഉപ്പിൻ്റെ വെള്ളം മാത്രം, അല്ലാതെ ഒരുപാട് വെള്ളവും ഒഴിക്കുന്നില്ല. എന്നിട്ട് ആ കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയുടെ കൂട്ടങ്ങോട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റോളം സ്ലോ ആയിട്ട് ഫ്ലെയിമിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കടുമാങ്ങ അച്ചാർ റെഡിയായി. അപ്പോഴത്തേക്കും നമ്മുടെ കടുമാങ്ങ അച്ചാർ
വെന്ത് നല്ല പരുവമായിട്ട് ഉണ്ടോ ചാറ് തെളിഞ്ഞ് വന്നേക്കുന്നുണ്ടോ. ഇതുപോലെ ഇപ്പം മാങ്ങ വെന്തിട്ടില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ ഇളക്കിയപ്പോൾ വന്ന ആ കൊഴുപ്പ് അതിനകത്തൊക്കെ ഉണ്ടായ ആ അരപ്പുണ്ടല്ലോ, ആ മുളക് നമ്മൾ അരച്ച് ചേർത്ത് വെക്കുകയാണല്ലോ, അതിൻ്റെ കുരുവൊക്കെ നല്ലപോലെ അരഞ്ഞപ്പോൾ നല്ല ഒരു കൊഴുപ്പ് കിട്ടിയേക്കും കേട്ടോ. മുളക് പൊടി ഇടുന്നതിലും ടേസ്റ്റ്. എങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കടുക് ചേർക്കാൻ മറക്കില്ല. അത് ഒത്തിരി അങ്ങ് ചേർക്കില്ല കേട്ടോ, കടുക് കഴിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനൊരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്താൽ മതി കേട്ടോ. അത് ചേർത്തിട്ട് നല്ലോണം അരച്ച് എടുത്തതാണല്ലോ, അതും കൂടിയാണല്ലോ ഈ പുരട്ടി നമ്മൾ തിരുമ്മി പിടിപ്പിച്ച് 1 മണിക്കൂറോളം വെച്ച് കഴിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക കേട്ടോ. ഇത് നല്ലോണം വെള്ളമൊക്കെ വറ്റി വെന്ത് കുറുകി ഇതാണ്ടോ ഇങ്ങനെ ആയി വരും. നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരും അല്ലേ. ഞാനിത് ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്തെങ്കിലും മടിയൊക്കെ തോന്നുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ചോറൊക്കെ കഴിക്കണമെങ്കിൽ 1 ടീസ്പൂൺ മതി, വേറെ ഒന്നും വേണ്ട. മീൻ വറുത്തതും കൂടി കുശാലായി. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാൻ ആരും മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം.